ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ചർച്ചയാകുന്നതിനിടെ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയും ആശുപത്രിയിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ചു മുങ്ങിയും കടന്നുകളഞ്ഞ തടവുകാരുടെ എണ്ണം ചർച്ചയാവുകയാണ്. 100ഓളം തടവുകാരാണ് ഇത്തരത്തിൽ പോലീസിനെ വെട്ടിച്ച് മുങ്ങിയത്. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ആശുപത്രിയിലും കോടതിയിലും കൊണ്ടുപോകുന്നതിനിടെ രക്ഷപ്പെട്ടവരും പരോളിൽ ഇറങ്ങി മുങ്ങിയവരും ഉൾപ്പെടെയാണിത്. ജയിലധികൃതരുടെ കണക്കനുസരിച്ച് 2020 മുതൽ തടവിൽ നിന്ന് രക്ഷപ്പെട്ട 50ഓളം പേരിൽ 14 പേരെ കുറിച്ച് ഇപ്പോഴും വിവരങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് പരോളിൽ ഇറങ്ങിയ 100ലധികം തടവുകാരിൽ 85 പേർ ഇനിയും മടങ്ങിയെത്താനുണ്ട്. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളുകളടക്കം ഇതിലുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് മാത്രം 30ഓളം പേർ തിരികെ എത്തിയിട്ടില്ല. വിയ്യൂർ ജയിലിൽ നിന്ന് 3 പേരും പരോളിൽ ഇറങ്ങി മുങ്ങി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 4 പേരും നെട്ടുകാൽത്തേരിൽ, ചീമേനി എന്നീ തുറന്ന ജയിലുകളിൽ നിന്നായി 35 പേരും പരോളിൽ ഇറങ്ങി തിരിച്ചെത്തിയിട്ടില്ല. സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ തടവുകാരുടെ എണ്ണ കൂടുതൽ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന വാദമാണ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലുമായി തടവുകാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി 7828 ആണ്. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ചത്തെ കണക്കനുസരിച്ച് 10054 പേരാണ് വിവിധ ജയിലുകളിലായി കഴിയുന്നത്. അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ അന്തേവാസികൾ ജയിലിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് ജീവനക്കാരുടെ എണ്ണം കൂട്ടാതിരിക്കുകയും ചെയ്യുന്നത് സുരക്ഷയെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്.